Hello, my dear viewers. Welcome once again to a new video from Trip to My Garden. ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് ഒരു രക്ഷയില്ലാത്ത അടിപൊളി ഒരു ഫ്ലവറിനാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് കേട്ടോ. ആ ഫ്ലവറിൻ്റെയും ആ ചെടിയുടെയും വിശേഷങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇന്നത്തെ വീഡിയോയിലൂടെ. പല കളറുകളിൽ ഈ പൂക്കൾ അവൈലബിൾ ആണ്. ചിലർക്കൊക്കെ ഇതിൻ്റെ പേര് അറിയാമായിരിക്കും, എന്നാൽ ചിലർക്ക് അറിഞ്ഞുകൂടായിരിക്കും. അതിന് കുഴപ്പമൊന്നുമില്ല. അറിഞ്ഞുകൂടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ പറഞ്ഞു തരാം. അതിൻ്റെ പേരാണ് കാർണേഷൻ. നല്ല ഭംഗിയാണ് ഈ കാർണേഷൻ ഫ്ലവർ കാണാൻ. ഒരു ഡെക്കറേറ്റീവ് ഫ്ലവറാണ്. ഈ പൂക്കളുടെ ഭംഗി കണ്ടു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഇതിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നുമോ? ഇല്ല. ഞാനാണെങ്കിൽ അതിൻ്റെ ഒരു വലിയൊരു ഫാനാണ് ഈ പൂക്കളുടെ കേട്ടോ. അത്രയേറെ എനിക്കിഷ്ടമാണ് ഈ പൂക്കളെ. ഞാനിങ്ങനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു ഇതിൻ്റെ തൈകളെ കിട്ടാനായിട്ടും അല്ലെങ്കിൽ അതിൻ്റെ വിത്തുകൾ കളക്ട് ചെയ്യാനായിട്ടും. ഈ പൂക്കൾക്കൊരു പ്രത്യേകതയുണ്ട്. മൾട്ടി പെറ്റൽ ഫ്ലവേഴ്സാണ് ഈ കാർണേഷനിലെ അധികം വെറൈറ്റികളിലും ഉള്ളത്. ഈ പൂക്കളുടെ പ്രത്യേകത അതിൻ്റെ ഡെലിക്കേറ്റ് ആൻഡ് ഫ്രിഞ്ച്ഡ് പെറ്റൽസാണ് കേട്ടോ. നല്ല ഡെലിക്കേറ്റ് ആയിട്ടുള്ള പെറ്റൽസാണ് ഈ ഫ്ലവേഴ്സിനുള്ളത്. ആക്ച്വലി ദീസ് കാർണേഷൻ ഫ്ലവേഴ്സ് ആർ പ്രൈസ്ഡ് ഫോർ ദ വൈബ്രൻറ്റ് കളേഴ്സ്. ഇനി ഈ ചെടിയുടെ സയൻറ്റിഫിക് നെയിം പറയാം. ഇതിൻ്റെ പേരാണ് ഡയാന്തസ് കാരിയോഫിലസ്. ഇതിൻ്റെ ഫാമിലി കാരിയോഫിലേസിയെ, ജീനസ് ഡയാന്തസ്, സ്പീഷീസ് കാരിയോഫിലസ്. ഇനി നിങ്ങൾ വിചാരിക്കുക ഈ പൂവിന് ഒരു മണമൊന്നും ഇല്ലാത്തൊരു പൂവായിരിക്കും. എന്നാൽ തെറ്റി. അങ്ങനെയല്ല. ഈ ചെടിയുടെ പൂവിന് ഒരു സ്പൈസി സ്മെല്ലാണുള്ളത്. ഗ്രാമ്പൂവിൻ്റെ പൂവിനെ പോലെയൊക്കെയുള്ളൊരു മണമാണ് ഈ പൂക്കൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പൂവിൻ്റെ കോമൺ നെയിം ക്ലോവ് പിങ്ക് എന്നാണ്. ക്ലോവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ഗ്രാമ്പൂവിൻ്റെ മണം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു കോമൺ നെയിം ക്ലോവ് പിങ്ക് എന്ന് കിട്ടിയത്. കാർണേഷൻ ഫ്ലവേഴ്സിന് ഈ മണം ഉള്ളതുകൊണ്ട് തന്നെ ഈ പൂക്കളെ പെർഫ്യൂമുകളിലും പോട്ട്പോറി പോലുള്ള ഉൽപ്പന്നങ്ങളിലും ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നു. ഒരു അരോമാറ്റിക് കണ്ടൻ്റായിട്ട് ഇത് ഉപയോഗപ്പെടുത്തുന്നു. ഈ പൂക്കൾക്ക് കൾച്ചറൽ സിഗ്നിഫിക്കൻസും ഉള്ളൊരു ഫ്ലവേഴ്സാണ് കേട്ടോ. പിന്നെ അതായത് ഇതിന് ഒരു ലവിൻ്റെയോ അല്ലെങ്കിൽ ഒരു മദർലി അഫെക്ഷനും ആയിട്ടൊക്കെ റിലേറ്റ് ചെയ്താണ് ഈ പൂക്കളെ നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഇത്രയും ഭംഗിയുള്ള കാർണേഷൻ്റെ 4 തൈകൾ എനിക്ക് കിട്ടി. ഇത് കിട്ടിയത് എവിടെ നിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ലുലു മോളിലൊരു പ്ലാന്റ് എക്സിബിഷൻ ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഞാനത് വാങ്ങിയത്. അപ്പോൾ അതിനെ ഒരു 4 ഇൻഡോർ പോട്ടുകൾ സെലക്ട് ചെയ്ത് ഞാൻ അതിലാണ് നടാനായിട്ട് ചൂസ് ചെയ്തത്. കാരണം അത് സെൽഫ് വാട്ടറിങ് പോട്ടുകളാണ്. അപ്പോൾ ഈ ചെടിക്ക് അധികം വെള്ളം വേണ്ട എന്നുള്ളൊരു കാൽക്കുലേഷനിലാണ് ഞാൻ ഇത്തരത്തിലുള്ളൊരു പോട്ട് എടുത്തത്. അപ്പോൾ അതിൻ്റെ പോട്ടിംഗ് മിക്സ് ഫില്ല് ചെയ്യുന്ന രീതിയും ഞാനൊരു ഡിഫറെൻറ്റ് വേ ആണ് അതിലേക്ക് അഡോപ്റ്റ് ചെയ്തത്. ഇപ്പോൾ കണ്ടില്ലേ, അതിൻ്റെ ഏറ്റവും ബോട്ടം ലെയറിൽ ഒരു തുണി നനച്ച് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിൽ നിന്നും വെള്ളം മുകളിലേക്ക് അബ്സോർബ് ചെയ്ത് ആ പോട്ടിംഗ് മിക്സിലേക്ക് അബ്സോർബ് ചെയ്ത് അത് വെറ്റായിട്ട് നിൽക്കും. അത്തരത്തിലുള്ളൊരു പോട്ടാണ് ഞാനിവിടെ ഇതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തത്. 4 പോട്ടുകൾ എടുത്തിട്ടുണ്ട്. 4 തൈകളും എൻ്റെ കൈവശമുണ്ട്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് നോക്കാം. എപ്പോഴും ഒരു ചെടിക്ക് ഏറ്റവും അത്യാവശ്യം അതിൻ്റെ പോട്ടിംഗ് മിക്സാണ്. അത് നിങ്ങൾ എപ്പോഴും കാര്യമായിട്ട് എടുക്കേണ്ടുന്ന ഒരു കാര്യമാണ്. കാരണം നല്ല പോട്ടിംഗ് മിക്സ് ചൂസ് ചെയ്ത് വേണം നിങ്ങൾ ചെടികൾ നടാനായിട്ട്. അത് ഇൻഡോർ ആണെങ്കിലും ഔട്ട്ഡോർ ആണെങ്കിലും ഏത് പ്ലാന്റ് ആണെങ്കിലും. അപ്പോൾ അതിന് ആ പോട്ടിംഗ് മിക്സ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നല്ല എയർ സർക്കുലേഷൻ ആ പോട്ടിനുണ്ടായിരിക്കണം. അതിനും പിന്നെ ആ മണ്ണിൽ നിന്ന് വെള്ളം നല്ല രീതിയിൽ വാർന്ന് താഴേക്ക് ഒഴുകി പോകണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ താഴെ ഏറ്റവും ബോട്ടം ലെയറിൽ കല്ലുകളോ കട്ടകളോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ തെർമോക്കോളോ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് വേണം പോട്ടിൻ്റെ ബോട്ടം ലെയർ നമ്മൾ സെറ്റ് ചെയ്യാൻ. എങ്കിലേ വെള്ളം നല്ലതുപോലെ ഡ്രെയിൻ ഔട്ട് ചെയ്യുള്ളൂ. വെള്ളം ഡ്രെയിൻ ഔട്ട് ചെയ്താലേ പോട്ടിംഗ് മിക്സ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയും പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടിരിക്കുകയും ചെയ്യുള്ളൂ. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് എന്തിട്ട് കൊടുക്കണം? കുറച്ച് ഉണങ്ങിയ കരിയിലകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ ചെടിച്ചട്ടിയിലുള്ള ഈർപ്പം നിലനിർത്താനും സാധിക്കും. മാത്രമല്ല അതൊരു ബയോ കമ്പോസ്റ്റാണ്. ഈ കരിയിലകൾ ഇടുന്നതുകൊണ്ട് മറ്റൊരു ഗുണം കൂടിയുണ്ട്. നമ്മുടെ പോട്ടിംഗ് മിക്സും അല്ലെങ്കിൽ ആ പോട്ടിൽ നിറയ്ക്കുന്ന പോട്ടിംഗ് മിക്സിൻ്റെ വെയിറ്റ് കുറച്ച് നിർത്താനായിട്ട് നമുക്ക് സാധിക്കും. ഈ ഇല കുറച്ച് നാൾ കഴിയുമ്പോൾ അത് നല്ല ഡീകമ്പോസ് ചെയ്ത് നല്ല ഉണങ്ങി അത് വളമായിട്ട് അല്ലെങ്കിൽ അഴുകി വളമായിട്ട് അങ്ങ് ചേരും. അപ്പോൾ എന്തുകൊണ്ടും പോട്ടിംഗ് മിക്സിന് ഒരു മാനുവർ റിച്ച് ആവുകയും ചെയ്യും. പിന്നെ അല്ലെങ്കിൽ തന്നെയും അതിൻ്റെ വെയിറ്റ് നമുക്ക് കുറച്ച് നിർത്താനും സാധിക്കും.
ഇതിനൊക്കെ പുറമെ നമുക്ക് ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റും കൂടിയാണിത്. ഈ കരിയിലകൾ അല്ലെങ്കിൽ നമ്മൾ കൂട്ടിയിട്ടിട്ട് തീയിടുകയും അതുവഴി സ്മോക്ക് ഉണ്ടാകുകയും ഒക്കെ ചെയ്യണമുണ്ടല്ലോ, അങ്ങനെ ഒരു പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനും നമുക്ക് സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ടും ഈ കരിയിലകളൊക്കെ ഉണക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെടി നടാൻ വളരെ നല്ല ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. അത് നിങ്ങൾ വിട്ടുപോകാതെ അത് അങ്ങനെ ആ രീതിയിൽ പോട്ട് ഫില്ല് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഈ 4 പോട്ടുകളിലും ഏറ്റവും ബോട്ടം ലെയർ നമ്മൾ എന്തെങ്കിലും കട്ടയോ കല്ലോ കൊണ്ട് നിറയ്ക്കുന്നു. അതിൻ്റെ തൊട്ട് മുകളിൽ ഡ്രൈ ലീഫ് കൊണ്ട് ഒരു ലെയർ ഉണ്ടാക്കുന്നു. അതിന് മുകളിലാണ് നമ്മൾ ഇനി അടുത്ത ലെയർ ഉണ്ടാക്കേണ്ടത്. ആ ലെയറിലാണ് നമ്മൾ ചെടികൾ വയ്ക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ സെക്കൻഡ് ലെയറാണ് ഫില്ല് ചെയ്തത്. സെക്കൻഡ് ലെയർ ഡ്രൈ ലീവ്സ് കൊണ്ട് നമ്മൾ 4 പോട്ടും ഫില്ല് ചെയ്തു. ഇനി നമുക്ക് അടുത്ത ലെയർ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇനി ഏറ്റവും ടോപ്പ് ലെയറായിട്ടാണ് നമ്മൾ പോട്ടിംഗ് മീഡിയ ഫില്ല് ചെയ്യേണ്ടത്. പോട്ടിംഗ് മീഡിയ നമ്മൾ അത് ഓരോ ചെടിക്കും അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ ഗ്രോത്ത് കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ പോട്ടിംഗ് മിക്സ് റെഡിയാക്കേണ്ടതാണ്. അപ്പോൾ ചില ചെടികൾക്ക് വളരെ സോഫ്റ്റായിട്ടുള്ള ലൈഫ് സ്പാൻ ആയിരിക്കും, ഒരു ഹെർബ് ടൈപ്പ് ആയിരിക്കും. ചില ചെടികൾ കുറച്ചുകൂടെ സ്ട്രെങ്ത് ഉള്ള ഷ്രബ് ടൈപ്പ് ആയിരിക്കും, കുറ്റിച്ചെടി ടൈപ്പ് ആയിരിക്കും. അല്ലാതെ ഉള്ളതുണ്ട് ട്രീ ടൈപ്പിലുള്ള ചെടികളുണ്ട്. അപ്പോൾ അത് ചെടികൾ ഏതാണെന്ന് ഉള്ള വ്യത്യാസം അനുസരിച്ചാണ് നമ്മൾ പോട്ടിംഗ് മിക്സ് റെഡിയാക്കേണ്ടത്. ഇവിടെ നമ്മൾ ഈ നടാൻ പോകുന്ന ചെടി എന്ന് പറയുമ്പോൾ ഹെർബേഷ്യസ് ആണ്, അതായത് തീരെ പുല്ല് ടൈപ്പിലുള്ള ചെടികളാണ്. അതിന് സ്ട്രോങ് ആയിട്ടുള്ള വുഡോ ഒന്നുമില്ല, അങ്ങനെയുള്ള ചെടികളാണ് ഈ ഹെർബുകൾ. ആ ഹെർബിനെ നമുക്ക് നടുമ്പോൾ അതിൻ്റെ പോട്ടിംഗ് മിക്സ് അതിനനുസരിച്ച് വേണം നമ്മൾ റെഡിയാക്കേണ്ടത്. ഞാനിവിടെ ചകിരിയുടെ പൊടിയും പിന്നെ ചെയ്തിരിക്കുന്നത് കുറച്ച് എല്ലുപൊടി അങ്ങനെയുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസും അതിൽ ചേർത്തു, കുറച്ച് മണലും അങ്ങനെ ചേർത്തിട്ടാണ് ഞാൻ ഈ ടോപ്പ് ലെയർ റെഡിയാക്കി എടുത്തത്. അതിലേക്കാണ് നമ്മൾ ഈ 4 പ്ലാന്റ് ഞാൻ വാങ്ങിയ എൻ്റെ 4 കാർണേഷൻ്റെ പ്ലാന്റ്സിനെ നട്ടത്. ഇങ്ങനെ 4 നട്ട് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ 4 പ്ലാന്റിനെയും കാർണേഷനെ ഞാൻ വളരെ സോഫ്റ്റായിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അതിനെ നടുമ്പോൾ ഒന്ന് വളരെ കെയർ ചെയ്തിട്ടൊക്കെയാണ് ഞാൻ നട്ടത്. എങ്ങനെയാണ് ഞാൻ ഇതിനു മുമ്പ് ഈ ചെടി വാങ്ങി നട്ടിട്ടില്ല, അതുകൊണ്ട് അത്രയൊരു എക്സ്പീരിയൻസ് നമുക്കതിൽ പറയാനില്ല. അതുകൊണ്ടാണ് വളരെ കെയർഫുള്ളി അതിനെ പ്ലാന്റ് ചെയ്തത്. 4 പ്ലാന്റ്സും പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. 4 സെയിം ടൈപ്പിലെ പോട്ടുകളാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കതിനെ കുറച്ച് വാട്ടർ ചെയ്ത് കൊടുക്കാം. കുറച്ച് വാട്ടർ സ്പ്രേ ആയിട്ട് തന്നെ കൊടുക്കാം, കാരണം ചെടികൾ വളരെ ഡെലിക്കേറ്റ് പ്ലാന്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ വളരെ സോഫ്റ്റായിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തു. വെള്ളം 4 സ്പ്രേ ചെയ്ത് കൊടുത്ത ശേഷം, ഇപ്പോൾ നട്ട ചെടികളായതുകൊണ്ട് നമ്മളതിനെ ഡയറക്റ്റ് ലൈറ്റിലൊന്നും കൊണ്ടുപോയി വെക്കേണ്ട കാര്യമില്ല. ഒരു 5-8 ദിവസം ഒരു ഷെയ്ഡിലൊക്കെ വെച്ച ശേഷം ആ പരിസരവുമായിട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത ശേഷം മാത്രം നമുക്ക് വെയിലത്തേക്ക് കൊണ്ടുപോയാൽ മതി. ഈ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഫുൾ സണ്ണിൽ വെക്കേണ്ടുന്ന പ്ലാന്റ്സ് തന്നെയാണ്. അതുകൊണ്ട് ഫുൾ സൺലൈറ്റാണ് ഇവയ്ക്ക് ഇഷ്ടം. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ദിവസം ഷെയ്ഡിൽ വെച്ച ശേഷം നമുക്ക് ലൈറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ എല്ലാത്തിനും വെള്ളം നനച്ചിട്ട് നമുക്ക് കുറച്ച് ദിവസം ഷെയ്ഡിൽ കീപ്പ് ചെയ്യുക. ഈ ചെടികൾ പൊടിച്ച് കിട്ടണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സൂക്ഷിച്ചൊക്കെയാണ് ഞാൻ അതിനെ കൈകാര്യം ചെയ്തത്, നട്ടത്, നനയ്ക്കുന്നത് എല്ലാം. കാരണം ഇത് എങ്ങനെയെങ്കിലും നല്ലതുപോലെ വളർന്ന് പൂവിട്ട് കാണണം, അതാണ് എൻ്റെ ഒരു എയിം, ഒരാഗ്രഹം. അതിന് വേണ്ടിയിട്ട് ഞാൻ അതിനെ വളരെ സോഫ്റ്റായിട്ടാണ് കൈകാര്യം ചെയ്തതെല്ലാം. അപ്പോൾ ഇനി ഇതിൽ പിടിച്ച് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അതിൽ പൂക്കൾ വരുവാണെന്നുണ്ടെങ്കിൽ ആ വിശേഷങ്ങൾ കൂടി ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ ചെടിയെ ഒന്ന് കാര്യമായിട്ടൊക്കെ പരിചരിക്കേണ്ടതായിട്ടൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് ദിവസം ഷെയ്ഡിലിരിക്കട്ടെ, പിന്നീട് നമുക്ക് വെയിലത്തേക്കൊക്കെ മാറ്റി വയ്ക്കാം. ഇനി വെയിലത്ത് മാറ്റി വയ്ക്കുമ്പോഴുള്ള അതിൻ്റെ എന്തൊക്കെ ചേഞ്ചാണ് വരുന്നതെന്നുള്ളത് ഇപ്പോൾ എനിക്ക് അറിയില്ല, ഒന്ന് നോക്കി മനസ്സിലാക്കണം. അപ്പോൾ ഇപ്പോൾ നമ്മളെല്ലാം നട്ട് കഴിഞ്ഞു, പ്ലാന്റിന് വെള്ളവും കൊടുത്തു കഴിഞ്ഞു. ഇനിയൊരു ഷെയ്ഡിലേക്ക് സേഫായിട്ട് വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇത്രയും മനോഹരമായ വെറൈറ്റി ഓഫ് ഫ്ലവേഴ്സ്, അതിൻ്റെ പൂക്കളുടെ പെറ്റലിൻ്റെ അഗ്രം നോക്കി നമുക്ക് മനസ്സിലാവും. ഇങ്ങനെ ഫ്രില്ലുകളായിട്ട് ഞൊറിഞ്ഞിരിക്കുന്നതായിട്ട് കാണാം അല്ലേ? അതാണ് അതിൻ്റെ ഒരു ഭംഗി. പ്ലാസ്റ്റിക് ഫ്ലവേഴ്സ് പോലെ നമുക്ക് ആദ്യം തോന്നും, അത്രയേറെ മനോഹരമായ പൂക്കളാണ്.
അപ്പോൾ കാർണേഷൻ ഫ്ലവേഴ്സിനെ കുറിച്ച് നിങ്ങൾക്കറിയില്ലാത്ത ആരും പറയാത്ത ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കായിട്ട് പറഞ്ഞു തന്നിരിക്കുന്നു. അപ്പോൾ കൂടുതൽ ഇനിയും പറയാത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പുതിയ ചെടികളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും അടുത്ത ആഴ്ച കാണാം. അതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വീഡിയോസ് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു.